നമസ്കാരം. നമ്മൾ കാരണവന്മാരൊക്കെ പറയും കിടക്കുന്നതിനെ പറ്റി. രാത്രി കിടക്കുമ്പോൾ എവിടെയും കിടന്നാൽ മതിയോ? അല്ല. നമുക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി കിടക്കുന്നതാണ് കിടക്കുക. സ്വസ്ഥമായി കിടന്നു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പം അതിന് വേണം കിഴക്കോട്ട്, വേണ്ടില്ല തെക്കോട്ട്, അരുതേ പടിഞ്ഞാട്ട്, പാടില്ല വടക്കോട്ട് എന്നാണ് പറയുന്നത്. 4 ദിക്കുകളാണുള്ളത്. കിഴക്കോട്ട് വെച്ചാണ് സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. കിഴക്കോട്ട് വെച്ച് കിടക്കുകയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ വടക്കോട്ടേക്കാണ് നമ്മൾ കാണുന്നത്. വടക്ക് എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ ദിക്കാണ്, ധനത്തിൻ്റെ സ്ഥലമാണത്. അപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കുമ്പോൾ കിഴക്കോട്ട് തല വെച്ചാണ് കിടക്കേണ്ടത്. അല്ല ചില സ്ഥലപരിമിതികൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തെക്കോട്ട് തല വെച്ച് കിടക്കാം. വടക്കോട്ട് ഒരിക്കലും തല വെച്ച് കിടക്കരുത്. വടക്കോട്ട് വെച്ചാൽ നമുക്ക് ആയുസ്സിന് ബുദ്ധിമുട്ടും രോഗാവസ്ഥ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും വടക്കോട്ട് തല വെച്ച് കിടക്കരുത്. പുരാണങ്ങളിൽ പറയുന്നത് ഗണപതി ഭഗവാനെ അറിയാതെ മഹാദേവൻ്റെ കൈകൊണ്ട് കഴുത്ത് നുള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. പാർവതിദേവിയുടെ പുത്രനാണല്ലോ. അപ്പോൾ അങ്ങനെ പാർവതിദേവിക്ക് സങ്കടമായി കഴിഞ്ഞപ്പോൾ വടക്കോട്ട് തല വെച്ചെടുക്കുന്ന ആനയുടെ തലയെടുത്താണ് ഗണപതിക്ക് വെച്ചത്. അത് ഐതിഹ്യമാണ്, കഥകളാണ്. പക്ഷേ സത്യത്തിൽ വടക്കോട്ട് തല വെച്ചാൽ ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. കാരണം നമ്മളിലേക്ക് എനർജിയുടെ ഫ്ലോ കുറയും. വടക്കോട്ട് തല വയ്ക്കുമ്പോൾ എനർജിയുടെ ഫ്ലോ കുറയും. കിഴക്കോട്ടാണെങ്കിൽ എനർജിയുടെ ഫ്ലോ കൂടുന്നതാണ്. അതുപോലെ തന്നെ തെക്കോട്ടായാലും കുഴപ്പമില്ല. നമ്മൾ സ്ഥലപരിമിതിയോട് തെക്കോട്ടും തല വെച്ച് കിടക്കാം. യഥാർത്ഥത്തിൽ കിടക്കേണ്ടത് കിഴക്കോട്ട് തല വെച്ച് കിടക്കുക. സ്വസ്ഥചിത്തമായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. വിനായകരെ വിനായകരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പം വിനായകർ എന്ന് പറയുന്നത് മൂലാധാരത്തിൻ്റെ ദേവനാണ് ഗണപതി. ആ ധനത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നടപടി നടക്കാനായിട്ടാണ് ഭഗവാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് നമുക്ക് ഏത് ദേവതയാണോ ഇഷ്ടപ്പെടുന്നത് ആ ദേവതയെ പ്രാർത്ഥിച്ച് കിടന്നാൽ തീർച്ചയായിട്ടും ഉറക്കം വരും, നല്ലതായിരിക്കും.